അപ്പൊ നമുക്ക് യോഗ നടപടികൾ ആരംഭിക്കാം. എന്തോന്ന് ആരംഭിക്കാൻ? എടോ പോടോ എന്നൊക്കെ വീട്ടിൽ പോയി വിളിക്കൂ ക്ഷമ. എടോ പോടോ എന്നൊക്കെ വീട്ടിൽ പോയി വിളിക്കൂ ക്ഷമ. എടോ പോടോ എന്നൊക്കെ കോൺഗ്രസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി വിളിക്കൂ ക്ഷമ. എന്താ സംഭവം? അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. അക്ബർ റോഡിൽ പോയി വിളിക്കൂ ക്ഷമ. എന്നോടല്ല ക്ഷമ അങ്ങനെ വിളിക്കേണ്ടത്. ക്ഷമ ആദ്യം മര്യാദയ്ക്ക് ഭാഷ പഠിച്ചിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ ശീലിക്കൂ ക്ഷമ. ചർച്ചയിൽ വരുന്ന ആൾക്കാരോട് എടോ പോടോ എന്നല്ല. അതൊക്കെ താങ്കൾക്ക് രാഹുൽ ഗാന്ധിയെയോ സോണിയോ ഗാന്ധിയോ വിളിക്കാമായിരിക്കും. കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. Panikkar is not someone who has done that. Panikkar has paid his taxes. Panikkar is an Indian citizen who has duly paid his taxes. Panikkar is not someone who has been involved in the National Herald scam. Panikkar has never been questioned by ED. മതിയോ? 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 എന്താണ് കിളിക്കുന്നത്? ഇതിന് മറുപടി പറയട്ടെ ക്ഷമ. നിങ്ങൾ മാന്യമായി സംസാരിക്കാൻ പഠിക്കൂ ക്ഷമ. ക്ഷമ, നിങ്ങൾ മാന്യമായി സംസാരിക്കാൻ പഠിക്കൂ ക്ഷമ. ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി ഇല്ലെങ്കിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ ക്ഷമ. ഈ തള്ള എന്താണ് പറയുന്നത്? ക്ഷമയോട് ആദ്യമേ തന്നെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീമതി ക്ഷമ ഈ ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ സർക്കാരുകളും എന്തോ ഞാൻ അതിന് നിങ്ങളൊക്കെ എഗ്രി ചെയ്യൂല. അത് ചില ബുക്സ് മറ്റും ബാൻ ചെയ്ത്, പക്ഷെ സർക്കാരിന്റെ മേലെ ഒരു യൂട്യൂബോ നമ്മള് അപ്പൊ സ്പീക്കർ റൈറ്റ്സിനെ പറ്റിയിട്ട് എന്തെല്ലാം ഉണ്ട്? അല്ല, നിങ്ങൾ ഒരു കാര്യം അല്ല നിങ്ങൾ ഇപ്പൊ എന്നോട് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കും. ഒരു മര്യാദ കരുതി നീ പോടിയേ പ്രാചി. ക്ഷമയോട് ആദ്യമേ തന്നെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീമതി ക്ഷമ ഈ ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടോ? ഒരു മിന്നായം പോലെ കണ്ടു കാണും. അല്ല, നിങ്ങൾ ഒരു കാര്യം അല്ല നിങ്ങൾ ഇപ്പൊ എന്നോട് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കും. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളാം. അല്ല, ഞാൻ മറുപടിയാണ്. മറുപടി വേണ്ടേ? ഈ കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. ഞാനൊന്ന് പറയട്ടെ. ഫൈനൽ വേർഡിക്റ്റ് അല്ല ക്ഷമ. അത് പറയുന്നു, കേൾക്കൂ. ക്ഷമ 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 എന്താണ് പറയുന്നത്? എന്താണ് ഇത്? ക്ഷമ ഒരു സെക്കൻഡ്. ഈ തള്ള എന്താണ് പറയുന്നത്? അല്ല ക്ഷമ. അത് പറയുന്നു, കേൾക്കൂ. ക്ഷമ ക്ഷമ ഫൈനൽ വേർഡിക്റ്റ് അല്ല ക്ഷമ പറയുന്നത്. ക്ഷമ 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 എന്താണ് പറയുന്നത്? ഇവിടെ കണ്ടല്ലോ, ഒറ്റ അടി വെച്ചെന്നിറങ്ങി പല്ല് 32 താഴെ കിടക്കും. ഇതെന്ത് ചർച്ചയാണ് സുബീഷ്? അത് കേൾക്കൂ. സുബീഷ് ഇതെന്ത് ചർച്ചയാണ്? ക്ഷമ നിങ്ങൾ ഞാൻ സംസാരിക്കുമ്പോ എന്നെ ഇന്ററപ്റ്റ് ചെയ്യുകയാണ് ക്ഷമ. ഞാൻ ചോദിച്ച ചോദ്യം ഡോക്യുമെന്റ് കണ്ടിട്ടുണ്ടോ എന്ന് മാത്രമാണ്. ഞാൻ പറയുന്ന പോയിന്റിൽ കൗണ്ടർ ചെയ്യാനല്ല പറഞ്ഞത്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഞാൻ ചോദിച്ചത് ക്ഷമ മുഹമ്മദ് ഈ ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ എങ്കിൽ അതിനെപ്പറ്റിയുള്ള ചില കാര്യങ്ങളിൽ താങ്കളുടെ അഭിപ്രായം തേടുകയാണ്. സുബീഷ് ഇത് ചർച്ചയല്ല. ക്ഷമ ഇതെന്താ ക്ഷമ? ഞാൻ സംസാരിക്കുമ്പോ എന്നെ ഇന്ററപ്റ്റ് ചെയ്യുകയാണ് ക്ഷമ. ഇത് വല്ല ഇടങ്ങേറായല്ല. നിങ്ങൾക്ക് എന്നെ സംസാരിപ്പിക്കരുതെന്നൊരു ക്ഷമ. ക്ഷമ ഞാൻ സംസാരിക്കുമ്പോ ഞാൻ സംസാരിക്കട്ടെ ക്ഷമ. ക്ഷമ ഞാൻ സംസാരിക്കുമ്പോ എന്തെന്നും അത് ഈ പറയുന്നല്ലോ. ക്ഷമ ഞാൻ സംസാരിച്ചു കഴിഞ്ഞില്ല ക്ഷമ. നിങ്ങൾ ക്ഷമ കാണിക്കൂ ക്ഷമ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷമ ഇത് എന്താണ് ക്ഷമ? ഇത് നിങ്ങൾ ക്ഷമ കാണിക്കൂ ക്ഷമ. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഞാൻ താങ്കളോട് ഒരു കാര്യമേ ചോദിച്ചുള്ളൂ. താങ്കൾ ഈ ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ എന്റെ പോയിന്റിലേക്ക് വരികയാണ്. എന്റെ പോയിന്റിലേക്ക് വരികയാണ്. ജവഹർലാൽ നെഹ്റു കേട്ടപ്പോഴത്തേക്ക് എന്തിനാണ് ഇത്ര അക്ഷമയാവുന്നത്? ക്ഷമ ഞാൻ സംസാരിച്ചു കഴിഞ്ഞില്ല ക്ഷമ. നിന്റെ അപ്പൂപ്പന്റെ അശ്ലീലം പറയരുത്. അദ്ദേഹത്തിന്റെ വാദം പൂർത്തീകരിക്കട്ടെ. അല്ല, അത് ശരിയല്ല. ഏത് സ്ത്രീ? അത് ശരിയല്ല. സ്ത്രീയായോ? ഇപ്പൊ സ്ത്രീയായോ പ്രശ്നം? എന്തിനാണ് ഇങ്ങനെ? അല്ല, അത് പറയാൻ അവസരം കൊടുക്കൂ. ഞാൻ കൂടുതൽ അഭ്യാസം എന്റെ അടുത്ത് കാണിച്ചാണ്ടല്ലോ, ഞാൻ നല്ല പുളിച്ച തെറി വിളിച്ചു പറയും. താങ്കളോട് ഞാൻ ചോദിച്ചാൽ താങ്കൾ ആൻസർ പറഞ്ഞിട്ടാണ്, താങ്കൾ ഉത്തരം പറഞ്ഞിട്ടാണ് പറയുന്നത്. ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു, ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് താങ്കളോട് ചോദ്യം ചോദിക്കരുതെന്നാണോ പറയുന്നത്? മോനെ, എന്താണ് നിന്റെ പ്രശ്നം? എന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കാമെന്ന് പിന്നെ പറഞ്ഞത് എന്തിന്റെ പേരിലാണ്? ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ പേരിലാണ്? നിങ്ങൾക്കാണോ അധികാരം? അതിനുള്ള സ്പെഷ്യൽ റൈറ്റ്സ് ഷമ മുഹമ്മദിനുണ്ടെന്നാണോ പറയുന്നത്? അയ്യോ, ഇത് അസംബ്ലിയേക്കാൾ മോശമായല്ലോ. ഈ നിലയിൽ ഈ യോഗം തുടർന്നാൽ
തോട്ടഞ്ചിയുടെ വില ഇനിയും കുത്തനെയിടി. not done a scam. Panikkar is somebody who has not done the National Herald scam. Panikkar is somebody who has not been served a notice by the ED. Panikkar is someone who has not gone to the office of the ED after getting a notice, after being served a notice on him for dwindling money, for scandals related to money issues. Panikkar is not someone who has done that. Panikkar has paid his taxes. Panikkar is an Indian citizen who has duly paid his taxes. Panikkar is not someone who has been involved in the National Herald scam. Panikkar has never been. അയ്യോ എന്റെ മോനെ നീയാടാ ഞങ്ങളുടെ വിളക്ക്. എടി തങ്കി ഒരു 5-6 ഏലസ് കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്. മതിയോ? 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 കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. മതിയോ? ഓ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയട്ടെ ക്ഷമ. നിങ്ങൾ മാന്യമായി സംസാരിക്കാൻ പഠിക്കൂ ക്ഷമ. ക്ഷമ, നിങ്ങൾ മാന്യമായി സംസാരിക്കാൻ പഠിക്കൂ. ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി ഇല്ലെങ്കിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ ക്ഷമ. താങ്കളുടെ ആ പേരിനോടുള്ള ഒരു നീതി പുലർത്തൂ ക്ഷമ. എടോ പോടോ എന്നൊക്കെ വീട്ടിൽ പോയി വിളിക്കൂ ക്ഷമ. എടോ പോടോ എന്നൊക്കെ വീട്ടിൽ പോയി വിളിക്കൂ ക്ഷമ. ആദ്യം മര്യാദയ്ക്ക് ഭാഷ പഠിച്ചിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ ശീലിക്കൂ ക്ഷമ. ചർച്ചയിൽ വരുന്ന ആൾക്കാരോട് എടോ പോടോ എന്നല്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ആദ്യം മര്യാദയ്ക്ക് ഭാഷ പഠിച്ചിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ ശീലിക്കൂ ക്ഷമ. ചർച്ചയിൽ വരുന്ന ആൾക്കാരോട് എടോ പോടോ എന്നല്ല. എടോ പോടോ എന്നൊക്കെ വീട്ടിൽ പോയി വിളിക്കൂ ക്ഷമ. എന്നാ പിന്നെ അതാ നല്ലത്. ഔട്ട് ഗോയിങ് ഫ്രീ ആയിരിക്കും, പ്ലെയിനിന്റെ കാശേ ആവുള്ളൂ. എടോ പോടോ എന്നൊക്കെ വീട്ടിൽ പോയി വിളിക്കൂ ക്ഷമ. ആദ്യം മര്യാദയ്ക്ക് ഭാഷ പഠിച്ചിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ ശീലിക്കൂ ക്ഷമ. ചർച്ചയിൽ വരുന്ന ആൾക്കാരോട് എടോ പോടോ എന്നല്ല. എടോ പോടോ എന്നൊക്കെ കോൺഗ്രസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി വിളിക്കൂ ക്ഷമ. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ക്ഷമ. ആദ്യം മര്യാദയ്ക്ക് ഭാഷ പഠിച്ചിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ ശീലിക്കൂ ക്ഷമ. ഒരുമാതിരി അവിടുത്തെ പശുവിനെ പോലെ. ചർച്ചയിൽ വരുന്ന ആൾക്കാരോട് എടോ പോടോ എന്നല്ല. അതൊക്കെ താങ്കൾക്ക് രാഹുൽ ഗാന്ധിയെയോ സോണിയോ ഗാന്ധിയെയോ വിളിക്കാമായിരിക്കും. എന്നെ അങ്ങനെ വിളിക്കാൻ പാടില്ല ക്ഷമ. ഇതാണ് പ്രശ്നം. ഉത്തരം മുട്ടുമ്പോ ഇട്ടിട്ട് ഓടുക എന്നുള്ളതാണ് പ്രശ്നം. പോയി പിണങ്ങിപ്പോയി. വിളിക്കാൻ പാടില്ല ക്ഷമ. ഇതാണ് പ്രശ്നം. ഉത്തരം മുട്ടുമ്പോ ഇട്ടിട്ട് ഓടുക എന്നുള്ളതാണ് പ്രശ്നം. നേരത്തെ പേടിയുണ്ട, എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തിയായി. ഷമ മുഹമ്മദ് ഈ ചർച്ച കാണുന്നുണ്ട് എന്ന് സംസാരിക്കുകയായിരുന്നു. ശ്രീജിത്ത് പണിക്കർ ഷമ മുഹമ്മദിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഷമ അതിന് മറുപടി പറയുന്നു. പക്ഷേ ആ മറുപടി നീണ്ടുപോകുന്നു, അസഹിഷ്ണുത കാണിക്കുന്നു. വീണ്ടും ഇതാ ഇപ്പോൾ സംഭവിച്ചത് പ്രേക്ഷകർ തന്നെ കണ്ടല്ലോ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതിൽ വേണ്ട തെണ്ടി. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.